ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും മൈ കോളേജ് ഡേയ്സ് എന്ന വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ആദ്യമായിട്ട് ബീച്ചിൽ പോയൊരു കഥയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാ സൺഡേയ്സിലും 1 മണിക്കൂർ ഔട്ടിംഗ് ഉണ്ട്. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് സൺഡേ. അപ്പോൾ ഫസ്റ്റ് സൺഡേ ഞാൻ ഇച്ചിരി ബീച്ചിനോടൊക്കെ ക്രേസ് ഉള്ള ഒരാളാണ് കേട്ടോ. ബീച്ച്, ഇത് വെള്ളം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴത്തേനും ഞാനും പപ്പയും കൂടെയാണ് വന്നത്. അപ്പം ഇത് കോളേജിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയമുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് എന്നാൽ ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ഓർത്തിരുന്നപ്പം അവിടെ ബീച്ചുണ്ടെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ഞാനും പപ്പായും കൂടെ ബീച്ച് കാണാൻ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ബീച്ചിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് സൺഡേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പതിയെ ഇറങ്ങി. ഞങ്ങളുടെ വാർഡൻ എന്ന് പറഞ്ഞ ഒരു സുന്ദരി വാർഡനാണ്, സ്ട്രിക്റ്റൊക്കെയാണ്. അങ്ങനെ ഇത് ഞങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. ടൈം പോകുന്ന സമയവും വരുന്ന സമയമൊക്കെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തോ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ എഴുതി വെച്ചില്ല, പോയ സമയം എഴുതി വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ C2 ഗേൾസ് എല്ലാവരും കൂടെ ഫസ്റ്റ് ബീച്ചിൽ പോയി. തിരിച്ചു വന്നപ്പോൾ കാലും കയ്യും എല്ലാം നിറച്ച് മണ്ണും ഒക്കെ ആയിരുന്നു. എന്നിട്ട് തിരിച്ച് വന്ന് എങ്ങനെയോ എഴുതി വെച്ചു. ലാസ്റ്റ് 1 hour ആക്കി വെച്ചു. അങ്ങനത്തെ കുറച്ച് തരികിടകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ബീച്ചും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇഷ്ടമാണ് ഈ കക്ക. അപ്പം ഏത് ബീച്ചിൽ പോയാലും എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക എടുക്കും, കക്ക പെറുക്കും. അങ്ങനെ അന്നും കിട്ടി കുറേ കക്ക. ഒരു 1/2 കിലോയോളം കക്കായ ഉണ്ടായിരുന്നു. ആ കക്ക എല്ലാം പെറുക്കിക്കൊണ്ട് വന്നു, റൂമിൽ കൊണ്ട് വെച്ചു, ഉണങ്ങാൻ വേണ്ടി വെച്ചു. ഉണങ്ങാൻ വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കോളേജിൽ നിന്ന് കയറി വന്നപ്പോൾ ഭയങ്കര നാറ്റം, ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉറവിടം തപ്പി ചെന്നപ്പോഴത്തേനാണ് ഈ കക്ക എന്ന് പറഞ്ഞാൽ വെറും തോട് മാത്രമല്ലായിരുന്നു കക്കായ്ക്ക്, അതിനകത്ത് മാംസമുള്ള കക്കായായിരുന്നു പെറുക്കിക്കൊണ്ട് വന്നത്. എന്നിട്ട് അതാണ് അവിടെ ഇരുന്ന് ഭയങ്കര സ്മെല്ലായത്. അത് കഴിഞ്ഞ് പിന്നെ ഇവളുമാരെല്ലാവരും കൂടെ വാഴക്കൊണ്ടാക്കി പെറുക്കി പിന്നെ അത് കഴുകിയെടുത്ത് അതിൻ്റെ അകത്തെ എല്ലാം കളഞ്ഞ് പിന്നെ ആ ഒരു ഞങ്ങളുടെ വിൻഡോ സൈഡിൽ വെച്ച് ഉണക്കി അതെടുത്തെന്ന് പറയാം. അപ്പം അതാണ് ഇന്നത്തെ കഥ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പനമ്പൂർ ബീച്ചിലാണ് പോയത് കേട്ടോ. പനമ്പൂർ ബീച്ച്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സിനി നീ ഇതെങ്ങനെയാണ് ഇതെല്ലാം ഓർത്തിരിക്കുന്നേ, നീ ഡയറി എഴുതി വെക്കാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമല്ല. ഡയറി ഇടക്കാലം കൊണ്ട് എഴുതുമായിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും ഡയറി ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു ചെറിയ ചെറിയ ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം പനമ്പൂർ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പം മാംഗ്ലൂരിലെ ബീച്ചസ് നോക്കിയപ്പോഴത്തേനാണ് ഈ പനമ്പൂർ ബീച്ച് കിട്ടിയത്. അപ്പോൾ അത് മറന്നുപോയതാണ്. പിന്നെ ഞാനത് തപ്പിപ്പിടിച്ചെടുത്തതാണ് പനമ്പൂർ ബീച്ച്. അങ്ങനെ വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ എപ്പോഴും എല്ലാവർക്കും സ്വാഗതം. മെസ്സേജ് ചെയ്യുക, കമൻ്റ് ഇടുക. എന്തെങ്കിലുമൊക്കെ പുതിയ ഓർമ്മകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.